വിശദാംശങ്ങൾ ഇതാണ്. ബെനീഷ് എഴുന്നേക്ക്. റേഡിയോ ഓഫാക്കി മുറി കൂട്ടിയിട്ടാലും തുറക്കാനും പറ്റില്ല. റേഡിയോ ഓഫ് ചെയ്തില്ലേ? ആ എന്നാ ചായ കുടി. അരി പഠിപ്പിക്കാൻ പോണം. കുടി. ചൂടുണ്ടോ? ചൂടുണ്ട്. ഇന്നലെ അപ്പുറത്ത് വിട്ട് എന്താ ഒച്ചപ്പാടായിരുന്നു അമ്മച്ചി? ഞാനും കേട്ട് ഉറക്കം സുഖമായില്ല. അത് കാരണം അയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് കള്ളം കുടിച്ച് പോകണുണ്ടാക്കണ. അവിടെ ഒച്ചപ്പാടുണ്ടാക്കാൻ കാര്യം എന്താണെന്നറിയാം. ആ സെവിയറ് വീട് വെക്കാൻ ലോണെടുത്ത് ലോണിൽ തീർക്കാൻ വേണ്ടി ഗൾഫിൽ പോയി. ഗൾഫിൽ 3 വർഷം ജോലി എടുത്താൽ എന്നിട്ട് അവിടുന്ന് കമ്പനി പിരിച്ചു വിട്ട് ജോലിക്കാരെ എല്ലാവരും പിരിച്ചു വിട്ട് നാട്ടിൽ വന്നപ്പോഴേ കടം വർദ്ധിച്ച് അങ്ങനെ വഴക്കുണ്ടായത്. കടം വരാൻ കാര്യം എന്താ ചോദിക്ക്. സെവിയറെ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പൈസ മുഴുവനും ആ പെണ്ണ് ആർഭാടം ചെയ്തമായിട്ട് എല്ലാം നശിപ്പിച്ച് ഫോണാണെങ്കിൽ വില കൂടിയ ഫോൺ ആപ്പിളിൻ്റെ. എന്നിട്ട് ജപ്തി നോട്ടീസ് വന്നോളാം. വീടിനാ? ആ വീടിന് ജപ്തി കേസ് വേണ്ടി നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആരാനും കയറി താമസിക്കുമ്പോൾ വീട്ടിൽ. അത് ശരിയാ. അയാളെ കല്ല് പിടിച്ചിട്ടല്ല ദേഷ്യം കയറുന്നത്. ജപ്തി നോട്ടീസ് വന്ന ആർക്കാണെങ്കിൽ ദേഷ്യം കയറിയാലേ ദേഷ്യം കയറുമല്ല. അർഹതയില്ലാത്ത ആൾക്കാർ കയറി താമസിക്കും. നമ്മുടെ വരുമാനം അനുസരിച്ചാണ് നമ്മൾ ജീവിച്ച് പഠിക്കാൻ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു മാതൃകയായിരിക്കണം. അപ്പൊ ഫേവറേറ്റ് അയച്ചു കൊടുത്ത പൈസയൊക്കെ അവരെന്ത് ചെയ്തു? ആർഭാട ജീവിതം. അതമ്മച്ചി പറഞ്ഞത് ശരിയാണ്. ലാവിശ്യ ജീവിതമായിരുന്നു അവിടെ. ഞാൻ കാണുന്നല്ലേ വീട്ടിട്ട് ഒരു ഭക്ഷണം വെക്കില്ല. എല്ലാം വില കൂടി ഭക്ഷണം ഓർഡർ അനുസരിച്ച് ഞങ്ങൾ വിളിക്കും. അവർ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും. ഞാൻ കാണുന്നല്ലേ എല്ലാവരും വന്ന് പോണത്. പക്ഷേ രാത്രിയാകുമ്പോൾ അവർക്ക് ഭക്ഷണം പറ്റില്ലെങ്കിൽ അവർ കൂബർ കാറോ എന്തെങ്കിലും പിടിച്ച് അവർ പോകും. അപ്പോഴും രൂപ എത്ര. ഞാൻ പറയണതേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വരുമാനം അനുസരിച്ച് ചിലവാക്കുക. അമ്മച്ചി പറഞ്ഞതാ ശരി. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആർഭാട ജീവിതം ജീവിക്കരുത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഗൾഫിൽ പോയി അവർ വെയിലും ചൂടും സഹിച്ചാണ് അവർ ജോലി എടുക്കുന്നത്. ചായ ഒഴിക്കുന്ന പൈസ പോലെ അവർ കൂട്ടിയിട്ടാണ് വീട്ടിലോട്ട് അടക്കുന്നത്. ആ പൈസ നമ്മൾ ദൈവത്തെ പോലെ കണക്കാക്കണം.